ഹലോ, ഇന്ന് നമ്മുടെ US കാനഡ ട്രിപ്പിൻ്റെ ഡേ 7 ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ കാനഡയിൽ നിന്നും US പോവാണ്. അപ്പോൾ US സൈഡിലുള്ള നയാഗ്ര ഫോൾസ് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ബൈ റോഡാണ് ഞങ്ങൾ ക്രോസ് ചെയ്തത്. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ നയാഗ്ര ഫോൾസിൻ്റെ US സൈഡിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നയാഗ്ര ഫോൾസ് US സൈഡിൽ. അപ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ നമ്മുടെ വളരെ അടുത്താണോ എന്നൊക്കെ. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ നയാഗ്ര സ്റ്റേറ്റ് റിസർവ് പാർക്ക് ഉണ്ട്. ഈ പാർക്കിനകത്തൂടെ നമുക്ക് പോയാലാണ് ഈ വ്യൂ നമുക്ക് കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് നയാഗ്ര ഫോൾസിൻ്റെ ഹോർഷൂ ഫോൾസ് എന്ന് പറഞ്ഞ പാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ താഴെ വിസിറ്റേഴ്സായിട്ടൊക്കെ നിൽപ്പുണ്ട്. നമ്മളും താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മറ്റേ ബ്രൈഡൽ വെയിൽ ഫോൾസും കൂടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബ്രൈഡൽ വെയിൽ ഫോൾസ് കുറച്ചുകൂടെ ക്ലോസപ്പായിട്ട് ഞാൻ കാണിക്കാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഈ ഹോർഷൂ ഫോൾസിൻ്റെ അടുത്തായിട്ട് പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം എത്ര പ്രഷറിലാണ് ഈ വെള്ളം വീഴുന്നതെന്നും അതുപോലെ എന്ത് ഭംഗിയാണ് അവിടെ നിന്നാൽ കാണാനെന്നും മനസ്സിലാവും. ഇനി ഈ പാർക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ ഗ്രീനറി ഉള്ള ഒരു പാർക്കാണ്. ഈ പാർക്ക് നമുക്ക് കാണണമെങ്കിൽ ഇതെല്ലാം കൂടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഗോട്ട് ഐലൻഡ് എന്ന് പറയുന്നത്. ഐലൻഡൊക്കെ ആണെങ്കിലും അതിനകത്ത് റെസിഡൻസ് ഒന്നും ഇല്ല കേട്ടോ, എല്ലാം ടൂറിസ്റ്റാണ്. അപ്പോൾ അതുപോലെ വന്ന് റെസിഡൻസിനെ കാണണ്ടേ? ഇവരാണ് ആ റെസിഡൻസ്. ഇത് കനേഡിയൻ ഗീസാണ്. അപ്പോൾ ഞങ്ങൾ കുറേ എണ്ണത്തിനെ കണ്ടതുകൊണ്ട് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. ഇവർ രണ്ടുപേരും വളരെ ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു, അങ്ങനെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഈ പാർക്കിനകത്തൂടെ നടക്കുവാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ വേറെ സിസ്റ്റേഴ്സ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ പോയി നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഈ ഫോട്ടോയുടെ പുറകിൽ ഞങ്ങളെ കൂടാതെ കുറച്ച് പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സീഗൾസ്. കുറേയധികം സീഗൾസ് വന്നിരുന്നെങ്കിലും ഞാൻ ഫോട്ടോ എടുത്ത് നോക്കിയ ഫ്രെയിമിലൊന്നും ക്ലോസപ്പിലല്ലാതെ അവരെ കാണാനായിട്ട് പറ്റത്തില്ല. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ ടൊറൻഡോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ. ഇത് അപ്പുറത്ത് കാനഡയിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആ ബ്രൈഡൽ വെയിൽ ഫോൾസ് കുറച്ചുകൂടെ ക്ലോസപ്പായിട്ട് കാണിച്ചു തരാമെന്ന്. ഇതാണ് കേട്ടോ ആ ബ്രൈഡൽ വെയിൽ ഫോൾസ്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടുന്ന് തിരിച്ചു പോരണംന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നടന്നു വന്നപ്പോൾ അതായിരിക്കുന്നു നമ്മുടെ നിക്കോള ടെസ്ല. പുള്ളിക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ഞാൻ ആ ബോർഡ് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. നയാഗ്ര ഫോൾസ് എന്ന് AC ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത ആളാണ് നമ്മുടെ നിക്കോള ടെസ്ല. ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ വീണ്ടും ഞങ്ങൾ ഇതേ ബ്രൈഡൽ വെയിൽ ഫോൾസിൻ്റെ കുറച്ച് ഭാഗം അപ്പുറത്തുണ്ട്, അതും കൂടി കാണാനായിട്ട് പോയി. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നയാഗ്ര സ്റ്റേറ്റ് റിസർവ് പാർക്കിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമുക്ക് വേറൊരു അത്ഭുതം കൂടെ കാണാനുണ്ട്. ആ അത്ഭുതം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.